നീ എന്താ പുള്ളാളിക്കണ? എന്താ സാർ കാര്യം? ഒറ്റ കീറിയാൻ വെച്ചെന്നാണല്ലോ. നിന്റെ കൂടെയുള്ള പെണ്ണാരാണെന്ന് പറഞ്ഞപ്പോ എന്റെ കൈയും കാലം തളർന്നുപോയി. അല്ല, എന്താ നിന്റെ ഉദ്ദേശം? സാർ ഒന്നും ഞങ്ങൾ വേണ്ട, ഒന്നും പറയണ്ട. വായെടുത്ത രണ്ടെണ്ണം നുണേ പറയുള്ളൂ. നിങ്ങൾ കൊണ്ടു നടക്കുന്നത് കനൽക്കട്ടയാണ്. പോണ്ടിച്ചേരിയിൽ നിന്ന് മിനിസ്റ്റർ ലെവലിലെ കാര്യങ്ങൾ നീങ്ങിയിരിക്കുന്നത്. നിങ്ങൾ കുട്ടിയെ തടഞ്ഞു വെച്ചിരിക്കുന്നു എന്നൊക്കെയാ പറയുന്നത്. വേഗം എങ്ങനെയെങ്കിലും അതിനെ പറഞ്ഞു വിട്ട് തടി രക്ഷിക്കാൻ നോക്ക്. എന്നെ ഇവിടെ ആരും തടഞ്ഞു വെച്ചിട്ടില്ല. ഞാൻ എന്റെ ഇഷ്ടത്തിന് വന്നു, എന്റെ ഇഷ്ടത്തിന് ഇവിടെ നിൽക്കുന്നു. പ്ലീസ് മാഡം, മാഡത്തിന് ഇതിന്റെ സീരിയസ്നെസ് മനസ്സിലാഞ്ഞിട്ടാ. നിങ്ങളൊരു ഹോം മിനിസ്റ്ററുടെ മകളാ. നിങ്ങൾ സഹകരിക്കില്ലെങ്കിൽ 2 സ്റ്റേറ്റുകൾ തമ്മിൽ പ്രശ്നമുണ്ടാവും. ഇതൊരു ആഭ്യന്തര പ്രശ്നമാക്കി മാറ്റരുത്. വെറുതെ ഈ പാവങ്ങളുടെ ജീവിതം കളയരുത്. കാര്യം ഇവരെന്നെ കുറെ വിഷമിപ്പിച്ചിട്ടുണ്ടെങ്കിലും ജീവിക്കാൻ വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുന്ന ഇവന്മാരെ എനിക്കിഷ്ടമാണ്. അതുകൊണ്ടാ ഹൈലി കോൺഫിഡൻഷ്യലായി നീങ്ങുന്ന ഈ കാര്യം ഞാൻ തന്നെ ഒന്ന് അറിയിച്ചത്. എനിക്ക് ഇത്രയൊക്കെ പറ്റും. DAG ഗ്രൂപ്പ് വരുന്നത് ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയുണ്ടല്ലോ. അവരെന്നെ കാണണ്ട. അവരൊന്നും ചെയ്യരുത്. ഇനി അവരെ തൊട്ട് എന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ പറ്റില്ല. ലീവ് ദം. സർ പ്ലീസ്. കാര്യങ്ങൾ ഇത്രത്തോളം ആയ സ്ഥിതിക്ക് ഇനി ഞാൻ ഇവിടെ നിന്ന് നിങ്ങളുടെ ലൈഫിന് ആപത്താ. നിങ്ങൾ രണ്ടുപേരും ഞാൻ ഒരുപാട് ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. ഉണ്ണിയേട്ടന്റെ പ്രശ്നങ്ങൾക്കിടയിൽ വീണ്ടും ഞാനൊരു പ്രശ്നമായി. വേണ്ട, എനിക്ക് വേണ്ടി നിങ്ങൾ വേദനിച്ച അതെനിക്ക് താങ്ങാനാവില്ല. അത്രയ്ക്ക് ഞാൻ പോവാ. എന്നും മനസ്സിലുണ്ട്. ഒരിക്കലും എന്നെ മറക്കരുത്. இந்த கவர்மெண்ட் மேல எனக்கு இருந்த நம்பிக்கை போயிடுச்சு. அதனால நானும் முத்துராமன் அவர்களும் சேர்ந்து ஒரு புது கூட்டணி அமைச்சுக்கலாம்னு முடிவு பண்ணி. அப்ப நெக்ஸ்ட் சிஎம் சந்தேகம் என்ன? ஆர்கே சந்தானம் தான். அப்ப நீங்க? மிஸ்டர் முத்துராமன் அவர்கள் ஹோம் மினிஸ்டர். அது மட்டும் இல்ல, எங்களுக்குள்ள இருக்கிற உறவை பலப்படுத்திக்கிறதுக்கு நாங்க இன்னொரு முடிவு எடுத்திருக்கோம். பையனுடைய அப்பாங்கிற முறையில அதை நீங்க சொன்னா நல்லா இருக்கும். சரி, அப்படியே ஆகட்டும். சந்தான மகள் காயத்ரிக்கும் என் பையன் செல்வனுக்கும் கல்யாணம் பண்ணி வைக்கிறதா நாங்க முடிவு பண்ணிட்டோம். அதுக்கான நிச்சயதார்த்தம் இந்த மாசம் 24ஆம் தேதி மிஸ்டர் சந்தான வீட்லயே நடக்கும். എന്തിനാടാ അവള് നമ്മുടെ ബസ്സിൽ വന്ന് കയറി? എവള്? ഗായത്രി. അവള് വന്ന് കയറി അതുപോലെ പോയി. മനസ്സിന്റെ സ്വസ്ഥത കളയാൻ. അവള് മന്ത്രിയുടെ മകളാവാതെ ആർക്കും അവകാശമില്ലാത്ത പഴയ നാടോടിയായ മതിയായിരുന്നു. ശരിക്കും വീടുറങ്ങിയ പോലെ. പെട്ടെന്ന് അവൾ അടുത്തുനിന്ന് പോയപ്പോ എന്തോ ഒരു മിസ്സിങ്. ഞാൻ അവളെ വല്ലാതെ ഇഷ്ടപ്പെട്ടിരുന്നോടാ. അവളുടെ പോക്ക് മനസ്സിൽ നിന്ന് മായനില്ല. ഒന്നും കൂടി കാണാൻ ഒരു കൊതി. ഇനി കാണണമെങ്കിൽ പോണ്ടിച്ചേരിക്ക് പോണം. നമുക്കൊന്ന് പോയാലോ? നീ എന്താ ഈ പറയണേ? കാര്യ, അല്ലെങ്കിൽ ചിലപ്പോ എനിക്ക് ഭ്രാന്ത് പിടിക്കും. ഒന്ന് കണ്ടാ മതി, എന്നിട്ട് നമുക്ക് തിരിച്ചു പോരാം. ഉണ്ണികൃഷ്ണ, അത് എങ്ങനെ പോകും? നമ്മുടെ ബസ്സില് നമുക്കൊന്ന് പോവാം. ആ കോശിയോ എവിടെയായിരുന്നു? കോയമ്പത്തൂര്. എന്ത് ചെയ്യായിരുന്നു അവിടെ? എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കരുത്. ആ പണ്ടാറക്കാലത്ത് പെണ്ണുകാരൻ. ഓഹോ, അങ്ങനെയൊക്കെ. ആ മാലാഹക്കുട്ടിയുടെ പിശാചി സ്വഭാവം കാരണം ഞാൻ കോയമ്പത്തൂരെത്തി. റിസ്ക്കുള്ള യാത്രയായിരുന്നല്ല. റിസ്ക്? അങ്ങനത്തെ ഒരു യാത്രയായിരുന്നല്ല. ഏതായാലും കോയമ്പത്തൂർ എത്തിയ സ്ഥിതിക്ക് 2 ദിവസം റെസ്റ്റ് എടുത്തിട്ട് പോരാന്ന് വെച്ച്. ഹോട്ടലിലെ ഫുഡ് ആൻഡ് അക്കോമഡേഷന്റെ ബില്ല് പൊറോട്ട അടിച്ച് തീർക്കാന്ന് പറഞ്ഞപ്പോ ആ മുതലാളിക്കത് വേണ്ടാന്ന്.
കാശ് മതിയെന്ന്. എന്നിട്ട് കാശ് കൊടുത്ത എന്റെ കയ്യിലില്ലല്ല. നിങ്ങളുടെ ഇന്ന് വാങ്ങിച്ചരാന്ന് പറഞ്ഞു ഞാനയാളെ കോയമ്പത്തൂരിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. ആ ഹോട്ടൽ മുതലാളി വിട്ടതാണ്. മൂസിയണ്ണേ ഭയങ്കര സ്മാർട്ടാ. நான் கோயம்புத்தூர்ல இருந்து கோஷிக்கிட்டு காசு வாங்குறதுக்கு வந்த மூசி മൂസി ഇത് മുതലാളി അത് തൊഴിലാളി. முதலாளியாவது கீழாளியாவது இங்க பார் என்ன ஏமாத்த வேண்டாம். என் முதலாளி வந்து பெரிய அண்டர்வேர்ட் பிரின்ஸ். ഇയാൾ എത്ര രൂപ പറ്റിയിട്ടുണ്ട്? திரும்பி வரும்போது பார்சல் வாங்கினெல்லாம் சேர்த்து வந்து 351 ரூபாய் 75 காசு. 75 പൈസ. லட்டு சாப்பிட்டு இருக்க. ലഡു എന്റെ ഒരു വീക്ക്നെസ് ആയി പോയി. കുറച്ച് വൈകിയിരുന്നെങ്കിൽ ഞങ്ങളെ കാണൂലായിരുന്നു. അയ്യോ നിങ്ങൾ ഈ കായലിൽ ചാടി ചാവാൻ പോയിരുന്നല്ലേ? അല്ല ഞങ്ങള് പോണ്ടിച്ചേരിക്ക് പോവാ. പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. അയ്യോ കാശ് കിട്ടിയില്ലെങ്കിൽ ഇയാള് വണ്ടിന്ന് പോവൂല. என்ன என்ன കണ്ട പോവൂലെന്ന്. പോകണ്ട, ആ വണ്ടിക്കകത്ത് കയറി കിടന്ന് ഉറങ്ങിക്കോളാൻ പറ. எனக்கு காசு வேலையா இல்ல முதலாளி. വായിട്ടലക്കലടോ. പോണ്ടിച്ചേരി പോയിട്ട് വന്നിട്ട് ക്യാഷ് തരാം. പോണ്ടിച്ചേരി நான் எங்க வேணாலும் வர்றேன். எனக்கு காசு தான் தேவை. നിർത്തണോ? എന്റെ അമ്മോ, എവിടെ നിന്ന് കിട്ടിയോടോ ചൊണ്ടീന? என்னடா சொன்ன? അല്ല ഈ വണ്ടി വിറ്റിട്ടായാലും നിനക്ക് കാശ് തരുമെന്ന്. വെറുതെ അല്ല നമ്മൾ എപ്പോഴാണ് നാളെ പോണ്ടിച്ചേരിക്ക് പുറപ്പെടുന്നത്? നാളെ സുപ്രഭാതത്തിൽ. பிள்ளையாரப்பா, நான் 6 மாசமா சஸ்பென்ஷன்ல இருந்தேன். டிமோஷன்ல இருந்தேன். அதுக்கப்புறம் இன்னைக்கு தான் நான் ஜோலிக்கு ஜாயின் பண்ண போறேன். வேலை போயா இந்த போண்டிச்சேரி இருந்து திருப்பி பாலக்காட்டுக்கு வர வேண்டாம்னு என் பொண்டாட்டி சொல்லியிருக்கு. எனக்கு என்னோட பழைய போஸ்ட் அதே போல் திருப்பி கிடைச்சிடணும். வித் ப்ரமோஷன். அதுக்காக நீங்க எனக்கு ஒரு வழிகாட்டி கொடுக்கணும். எல்லாம் நல்லபடியா நடக்கணும். ஆண்டவா, നിർത്തി, ഇവിടെ നിർത്തി. ഈശ്വര, അവളുടെ വീട്. அல்ல, நான் கோயம்புத்தூர்காரங்க கொல்லூர்ல விடுவீங்களா? ഞാനൊന്ന് പറയട്ടെ. എന്നங்க கேரளால இருந்து வந்திருக்காங்களா? என்ன வேணும்? തമിഴില് കാര്യങ്ങളൊന്നും പറ. அம்மாவே பாக்கணும் ஐயா. என்ன? அம்மா ஓ, பிச்சைக்கார பசங்க வெளியே போ சொல்லியா. ഞാൻ അപ്പോഴേ പറഞ്ഞാൽ ഈ വൃത്തിയായിട്ട അണ്ണാച്ചിനെ കൊണ്ടുവരണ്ടാന്ന്. நீ எனக்கு பணம் தர வேண்டியவா? நீ வாய்ஸ் கிடையா? നിർത്ത്. കൊണ്ടാരടങ്ങാൻ. അമ്മയല്ല, കുട്ടി, ഗായത്രി കുട്ടിയെ കാണണം. அப்பாயின்மெண்ட் இருக்கா? ഓയിന്റ്മെന്റ് ഇല്ല, വേണേ അമൃതാക്ഷൻ തരാം. ഓ കൈക്കൂലി ഒഴുകണായിരിക്കും. ആ കൈക്കൂലിയാ, അത് അകത്ത് പോയി ഗായത്രി കുട്ടിയുടെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു തരാം. என்னடா சொன்னே? கைக்கூலியா? இந்த பாலக்காடு ചന്ദ്രചൂടൻ കൈക്കൂലി വാങ്ങിയ ഹിസ്റ്ററി ചരിത്രത്തിൽ ഇല്ല. മലയാളി. ഗായത്രി മേലെ കാണണമെങ്കിൽ നേരത്തെ സമയവും തീയതിയും നിശ്ചയിക്കണം. കൊച്ചിന്ന് ഉണ്ണി വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാ മതി. കൂടെ സുന്ദരനും കോശിയും കോസ്കിട്ടിന്ന് കാശ് വലക്ക് മൂണ്ടാണ്ടിരി പാണ്ടി ഉണ്ണിയും സുന്ദരനും വന്നു എന്ന് പറഞ്ഞാ മതി. അല്ലെങ്കിൽ വേണ്ട, ഇത് ഗായത്രി കുട്ടി കാണിച്ചാ മതി. ആ. சார் உள்ள விடலாமா சார்? 2 പേരെ ഉള്ള വിടുക. சரி சார். സ്കോറ വളാച്ചി. யா പോയാ. யாராவது 2 பேரும் உள்ள போப்பா. എന്നാ ഞങ്ങൾ രണ്ടുപേരും പോയിട്ട് വരാം. എന്തിനി? ഞങ്ങൾ ഇതുവരെ മന്ത്രിയുടെ വീട് കണ്ടിട്ടില്ല. അതെ, നിങ്ങൾ ഇവിടെ നിന്നാ മതി. ഞങ്ങൾ ഒരു അത്യാവശ്യത്തിന് വന്നതാ. വാ. അവര് ഗായത്രീനെ കണ്ടിട്ട് വരട്ടെ. നമുക്ക് പോയി 3x റമ്മ് കീറാ. പോണ്ടിച്ചേരിയിൽ മറ്റവൻ ചീപ്പാ. എത്ര വേണം കീറാന്ന്? என் காசு தரல ஒன்னு பிச்சுக்கிடுவேன். ഏയ് പോണ്ടിച്ചേരിയുടെ കല്ലിനെ പോലെ നീ ചീപ്പാവല്ലേ? വാടാ. எவ்வளவு க்ளோஸ்? ரொம்ப க்ளோஸா? உட்காருங்க. சொல்லு தம்பி, லவ்வா? സാറ് ചോദിച്ചത് കേട്ടില്ലേ? ഗായത്രി കുട്ടിയെ നിനക്ക് ഇഷ്ടമെന്ന് പറയട ഉണ്ണി. அப்படி சொல்லு. கேரளத்துல இருந்து இவ்வளவு தூரம் விஷயம் இல்லாம ஒருத்தன் வரமாட்டான்னு எனக்கு தெரியும். டேய் உட்காரு, நான் போய் காயத்ரி விളിക്കാം. உட்காரு தம்பி, உட்காரு. എന്താണ്? നല്ല മനുഷ്യൻ. അദ്ദേഹത്തിന് നിന്നെ വലിയ ഇഷ്ടമായെന്നാ തോന്നണത്. നീ എന്തിനാ ഇപ്പൊ അങ്ങേരോട് ഞാനും ഗായത്രിയും തമ്മിൽ ലവ് ആന്നൊക്കെ പറഞ്ഞേ? എന്താ നിനക്ക് ലവ് ഇല്ലേ? ഇല്ലെങ്കിൽ നിനക്ക് ലവ് ഇല്ലെന്ന് പറയാ. അതല്ല, ലവ് ഉണ്ട്, പക്ഷെ ഇത്ര തിടീന്ന് പറയണ്ടായിരുന്നു. ഞാൻ ദിടീന്ന് പറഞ്ഞുകൊണ്ടാണ് അങ്ങനെ ദിടീന്ന് ഗായത്രിയെ വിളിക്കാൻ വേണ്ടി പോയത്. എന്നായാലും ഇത് അങ്ങനെ അറിയണ്ടല്ലേ എന്റെ അമ്മോ. ഉടനെ ഒരു കല്യാണം എന്നൊക്കെ പറഞ്ഞപ്പോ നിന്നെ പെണ്ണ് കാണാൻ വന്നവരായിരിക്കട്ടെ. സ്മാർട്ടായിട്ട് നിശ്ചയി. വെറുതെ ഇരി. ഗായത്രി കണ്ടോ? ഗായത്രി, ഉണ്ണിയെ ഇവർ ഒരുപാട് തല്ലി.
ഒന്നുമില്ല, ഇവൻ വെറുതെ. ഗായത്രി കാണാൻ വന്ന ഞങ്ങള് നമ്മുടെ ബസ്സില് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് അവൻ എങ്ങും നിന്നില്ല, തള്ളണ്ടേ വന്നില്ല അല്ലടാ. ഗായത്രി ഇങ്ങോട്ട് പോന്നേ പിന്നെയാ എനിക്ക് മറക്കാൻ പറ്റില്ലെന്ന് മനസ്സിലായി. എത്ര വിലപ്പെട്ടാന്ന്. ഞങ്ങളെയും വണ്ടിയൊക്കെ വിട്ട് പോന്നേലേ ഗായത്രിക്കും വിഷമമുണ്ടാവും ഞങ്ങൾക്ക് അറിയാം. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോന്നേ. എന്തിനാ എന്നെ എന്റെ അച്ഛനെയും ഫോട്ടോ കാണിച്ച് ബ്ലാക്ക്മെയിൽ ചെയ്യാനോ? എന്റെ കല്യാണ നിശ്ചയത്തിന്റെ തലേ ദിവസം തന്നെയുള്ള ഈ വരവ് അതല്ലേ? ഗായത്രി എന്താ ഇങ്ങനെയൊക്കെ? പിന്നെ പിന്നെ എന്തിനാ വന്നേ? കുറച്ചു നാളത്തെ പരിചയമുണ്ടെന്ന് കരുതി നിങ്ങൾ വിളിച്ചോണ്ട് ഞാൻ ഇറങ്ങി വരുമെന്ന് കരുതിയോ? നിങ്ങളാര് ഞാനാര്? നിങ്ങൾ ചെയ്ത സഹായത്തിനുള്ള പ്രതിഫലമാണ് ഞാൻ തന്ന 5 ലക്ഷത്തിന് ബാങ്ക് ഗ്യാരണ്ടി. പഴയ ബന്ധവും പറഞ്ഞ് ഇനി എന്നെ കാണാനോ ശല്യപ്പെടുത്താനോ ഒന്നും ഇങ്ങോട്ട് വരരുത്. താൻ നല്ലൊരു ഫ്രണ്ടാണെന്ന് വിചാരിച്ചാ ഈ സമ്മാനം തന്റെ കയ്യിൽ നിന്ന് വാങ്ങിയത്. കൊണ്ടുവയ്ക്കൂ. Get out and get lost. എല്ലാം അപ്പ പറഞ്ഞ പോലെ പറഞ്ഞു. അപ്പാവുക്ക് ചീഫ് മിനിസ്റ്റർ ആകാൻ പഴയ ശത്രുവിന്റെ മകനെ ഞാൻ വരനായി സ്വീകരിക്കണം, അത്രയല്ലേ ഉള്ളൂ. ഓർമ്മ വെച്ച ശേഷം ഞാൻ ജീവിച്ചു എന്ന് തോന്നിയ കുറച്ച് ദിവസങ്ങളേ ഉള്ളൂ. അതിവിടെ ഈ മന്ത്രി ബംഗ്ലാവിലല്ല, വഴിയോരത്ത് കിടന്ന ആ പഴയ ബസ്സില് അവരോടൊപ്പമാണ്. ആ പാവങ്ങളെ ഉപദ്രവിക്കരുത്, അവരെവിടെങ്കിലും പോയി ജീവിച്ചോട്ടെ അപ്പ. ഏത് നേരത്താ ഈശ്വര ഇങ്ങോട്ട് വരാൻ തോന്നിയത്? കാണണ്ടായിരുന്നു. എന്നാലും ഇത്രയും കാലം നമ്മളിവിടെ കഴിഞ്ഞിട്ട് അവക്കിങ്ങനെ മാറാൻ പറ്റിയല്ലോ. കണ്ണി ചോരയില്ലാത്തോളം മുട്ടിഞ്ചു പോവുള്ളൂ. നമ്മളെ മനസ്സിലാക്കിയില്ല. നീ എപ്പോഴാ ഈ സമ്മാനമൊക്കെ അവക്ക് വാങ്ങിച്ചു കൊടുത്തത്? ആർക്കറിയാം. ഉണ്ണിയേട്ടന്റെ ഗായത്രി, ഉണ്ണിയേട്ടന്റെ ഗായത്രി. ഈശ്വര, നമ്മുടെ രക്ഷ കരുതിയായിരിക്കും ഗായത്രി അപ്പൊ അങ്ങനെ. സുന്ദര, ഇനി നമ്മുടെ രക്ഷയില്ല, അവളെ രക്ഷപ്പെടുത്തുന്ന നമ്മുടെ ലക്ഷ്യം. അയ്യോ എന്താ എന്താ சார் சும்மா வந்து கலாட்ட பண்றாங்க சார். ஒண்ணும் இல்ல சாமி, நான் இப்படியா டீசெண்டா வாக் பண்ணிட்டு இருக்கும்போது இவ வந்து என்ன பார்த்து வழி மாறா ഞൊണ്ടിന്ന് കൂപ്പിട്ട് இருக்காப்ல. എടോ പാണ്ടി, തന്നെ ഞൊണ്ടിന്ന് അല്ലാതെ പിന്നെ എന്തെന്ന് വിളിക്കാനാ? എന്നടാ சொன்னே? നിന്റെ അപ്പൻ ചത്തു നിന്ന്. നീ എനിക്ക് പണം തര വേണ്ടി വാ, ഉനക്ക് വായ്സ് கிடையாது. അല്ല മുതലാളിയുടെ വെള്ളമൊടിച്ച് വീണത്. மினிஸ்டர் சந்தான வீட்டு கல்யாணத்துக்கு ஃபர்னிச்சர் கொண்டு வந்திருக்கேன். டைம் ஆகுது, சீக்கிரம் கொஞ்சம் வழி விடுங்க. മിനിസ്റ്റർ വീട്ടുക്കാ? ஆமா சார். என்ன மினிஸ்டர் வீட்டுக்கு ஃபர்னிச்சர் உள்ள எடுத்து போடு. ஆமா, இந்த மூஞ்சியை எங்கேயோ பார்த்திருக்கேன். இல்ல சார், நாங்க பிறந்ததுக்கு அப்புறம் இப்பதான் முதல்ல வெளியே வர்றேன். எங்கேயோ கேட்ட குரல். அது ரஜினிகாந்த் படம் சார். സാർ ഫർണിച്ചർ ഉള്ളിൽ പോകണം. சரி சரி, ஃபர்னிச்சர் எல்லாம் உள்ள போட்டு சீக்கிரமா திருப்பி வெளியே போ. போ போ. பாத்து என்னம்மா இதெல்லாம்? மாப்பிள, என் பொண்ணை கல்யாணம் பண்ண அப்புறம் நீங்க தனி கொடுத்தன போக வேண்டாமா? அதுக்கு தான் இந்த ஏற்பாடெல்லாம். സ്ഥലമെത്തിയാ പണ്ടാരം. നീ എവിടെ പോണു? ഒരു ടീ പോയി എടുത്തിട്ട് അതിന്റെ മുകളിൽ ഫ്ലവർ വേണ്ട. വേണ്ട. കാര്യങ്ങളെല്ലാം വളരെ രഹസ്യം. അതെ, കാര്യങ്ങളൊക്കെ രഹസ്യമായിട്ടിരിക്കണം. നമ്മളെ ആർക്ക് സംശയമൊന്നുമില്ല. അല്ല അണ്ണാ, என்ன? ഞങ്ങളെ കണ്ട സംശയം തോന്നുന്നില്ലല്ലോ. കൊളമാക്കരുത്. ഞാൻ ഇന്ന് വരെ സംഭവം കൊളാക്കിയിട്ടില്ല. ഞാൻ പറയുന്നൊന്ന് ശ്രദ്ധിച്ചു കേൾക്കണം. നമ്മൾ ആദ്യം കണ്ടുപിടിക്കേണ്ടത് ഗായത്രി റൂമാണ്. ചവിട്ടി ഞാൻ. നിങ്ങൾ ഓരോരുത്തരും ഓരോ വഴിക്ക് പോകണം. ഞങ്ങളൊക്കെ ഓരോ വഴിക്കാക്കിയിട്ട് അവസാനം മുതലാളി പെരുവഴിയിലാവരുത്. ആ പേടി എനിക്കുണ്ട്. சார் ഇനി നമുക്ക് ഒരു ചായ കുടിച്ചിട്ട് സംസാരിക്കാം. ചായ വേണ്ട, പിരിയും. എന്നാ നമുക്ക് പിരിയാം. പോ, പോ. തലയില്ലാത്ത മനുഷ്യനാവും. എടോ പാണ്ടി, ഇത് പോണ്ടിച്ചേരിയാ. ഡീസന്റ് ആയിരിക്കണം, മനസ്സിലായ? ഗായത്രി யோ, என்ன அது?
யார் அவன்? அவ்வளவுதான். പൊറോട്ട അടിക്കുന്നു. ഒന്ന് സാധകം ചെയ്തിട്ട് എത്ര നാളെ ഇങ്ങനെ പൊറോട്ട അടിക്കണം. മാറിക്കടാ മാറിക്കട. என்னங்குது സാൾട്ട് സാൾട്ട്. இப்படியா பரோட்டா அடிக்கிறது? ഇതാണ് പൊറോട്ട അടി. ഇനി മുമ്പോട്ടടി കാണണോ? അത് ഞാൻ കാണിച്ചു തരാടാ. ஃபிங்கர் சிப்ஸ் ரெடியா? ഫിംഗർ ചിപ്സാ ഇപ്പൊ തരാം. എന്താ ഫിംഗർ ചിപ്സ്. ഈശ്വര சார் காப்பாத்துங்க சார். അമ്മേ കള്ളു കുടിച്ച് നടക്ക മനുഷ്യന് പണി ഉണ്ടാക്കാൻ. ഈ റൂമിൽ ഞാൻ വന്ന് വിളിച്ചോളാം. കൂട്ടാൻ പറ്റിയ നന്നായി. ഇനി ഇവൻ പുറത്തിറങ്ങണമെങ്കിൽ ഞാൻ വിചാരിക്കും. ഗായത്രി നീ ഇവിടെ വന്നോ? ഒന്ന് മാറിയ ഒരു വഴിയാണ്. டேய் அறிவு கட்ட முண்டம் பாத்து பண்ணு. என்ன சம்பந்தம்? டேய் அறிவிட்ட முண்டோம் எங்கடா பாத்து போற? எடுத்துறியாடா ராஸ்கல். முதல்ல நான் தான் மூசி. ഇതിനിടയിൽ പെണ്ണുങ്ങളെ കയറി പിടിക്കണോടാ തെണ്ടി. വാടാ ഇവിടെ. ഊട്ടിക്ക് അവത്തിന്റെ അപ്പനുണ്ട്. അവിടെ ഇരുന്നോ. ഞാൻ വന്ന് വിളിച്ചോളാം. இந்த ஃபர்னிச்சர் பார்ட்டி உள்ள போனதாக்கும். இதுவரை காணலையே. இவன்மாരെ എവിടെ പോയി കിടക്ക്? ஏய் இங்க என்ன பண்ணிட்டு இருக்க? ഒന്നുമില്ല സാർ, ഞാൻ அப்படியே വണ്ടി നിന്ന്. செக்யூரிட்டி எல்லாம் கீழ இருக்கணும். ശരി സാർ. ஓ സെക്യൂരിറ്റി പിന്നെ കീഴിലാണ്ട് മന്ത്രിയുടെ മേലെ ഇരിക്കും. നീ എന്തായി കാണിക്കണേ? എടാ എന്റെ ശത്രു എലി. ആ എലി അല്ലേ? ഇത് പോണ്ടിച്ചേരി എലിയാ. ആര് പറഞ്ഞു? ഇത് അവൻ തന്നെയാ. എന്നെ ഫോളോ ചെയ്ത് നടക്കുക. ഞാൻ പുതിയ പാസ്പോർട്ട് അപ്ലൈ ചെയ്ത വിവരം അവൻ അറിഞ്ഞു കാണും. നീയും കള്ളു കുടിച്ചിട്ടുണ്ടല്ലേ? അല്ല ബ്രാൻഡി ബ്രാൻഡി. ഇത് അവൻ തന്നെയാണ്. മിണ്ടാതിരുന്നോ. ഇനി ഞാൻ വന്ന് വിളിക്കുമ്പോ വന്നാ മതി. വിളിക്കണേ. മദ്യകുട്ടി അവരുടെ അല്ല അപ്പൊ ഈ വാതിൽ അടക്കണല്ലേ? ആരുമില്ലേ ഇവിടെ? അപ്പൊ ഇതിന് വേറെ വാതിലുണ്ടായിരുന്ന? അല്ലാണ്ട് പിന്നെ ഞാനെങ്ങനെ ഇവിടെ വരും? അപ്പൊ അവന്മാരും അങ്ങനെ തന്നെയാ. ഇതൊരു ഹോം മിനിസ്റ്ററുടെ ഹോമാണ്. ഈ ഹോം ഒരു ഫാം ആക്കരുത്. ഞാൻ ആ കുട്ടി ഒന്ന് കണ്ടുപിടിച്ചോട്ടെ. എന്നാ ഫർണിച്ചർ പോട്ട് കുടിക്കില്ല? ശരി സാർ. വാടാ. എന്റെ കടവുളെ, ഇവന്മാര് തീവ്രവാദികളാണ് ഞാൻ തോന്നുന്നത്. ഇവന്മാർക്ക് അകത്ത് പോകാൻ പെർമിഷൻ കൊടുത്ത ഞാനാ. ഏതാവത് നടന്ന എന്റെ ജോലി പിന്നെയും പോകും. ഞാൻ തനിയെ ഇവന്മാരെ പിടിച്ചാൽ എനിക്ക് പ്രൊമോഷൻ ഉറപ്പ്. என்ன ഗ്യാസാ. கேஸ் எல்லாம் கீழ மேல வரக்கூடாது. ഇല്ല സാർ. என்னது? ப்ளஸ் பண்ணுங்க சார். உன்னை படிக்கிட்ட நிக்க சொன்னா காலுக்கு என்ன பண்ற? போட வெளி. சரி சார்.
കിടച്ചാച്ചി എനക്ക് പ്രൊമോഷൻ ഉറപ്പ്. കിട്ടിപ്പോയി. நீங்க எனக்கு கடவுள் மாதிரி. இனியும் பிளஸ் பண்ணுங்க சார். என்னங்க இது? மகனே, 3 திருட்டு மூஞ்சியுள்ளவமாரி இந்த பக்கம் போனது பாத்தியா? எந்த பக்கம் போனாங்க? ஓஹோ, இந்த போலீஸ் தொப்பி நீ தலைய வச்சுக்கோன்னா. ஹலோ. ஓகே. பிளஸ் பண்ணுங்க சார். Dismiss him. டிஸ்மிஸ்லா. ஐயோ அப்பா, மானவ போச்சு, ஜோலி போச்சு, எல்லாம் போச்சு. ஐயோ. Right, please, right, please. பாண்டி அலமாரிட்டு குலுக்கல. சார் நாங்க புறப்படுறோம். ஒண்ணு இங்க காணோம். காயத்ரி கூப்பிடு, மாப்பிள்ளை வீட்டுக்காரங்க புறப்படுறாங்க. ஏய், என்னது? இந்த பழைய அலமாரி பொறுத்து கலையா சொல்லியாச்சு. என்னது? இந்த பழைய சாமானத்தை வெளியே போட சொல்லி இருக்குது அந்த அம்மா. எந்த அம்மா? கொச்சம்மா, കുഞ്ഞമ്മ, சின்னம்மா. ஏன் பொண்ணா? ഉണ്ണിപ്പെണ്ണ്, உங்க பொண்ணு. ഉണ്ണിപ്പെണ്ണ്. உங்க பொண்ணுங்க. ஏன் பொண்ணுதான் சொன்னாலா? ஆமாங்க. அப்ப எடுத்துட்டு போ. காயத்ரி உள்ளே இருக்குது. என்னது? உள்ளே? வீட்டுக்கு உள்ளில் இருக்க. பிடி பிடி பிடி. அப்ப போட்டோ கிருஷ்ணா ராதா ஸ்டாச்சு மாதிரி. ചുമ്മാ ഇല്ലടാ. എം.ആർ. രാധ, എം.എൻ. നമ്പ്യാർ, ശില്പം. டேய் விடுடா. ஐயா எம்ஜிஆர் ஜெயலலிதா படுங்க. போதுமா? சாத்திட்டீங்களா? டேய் மூடுடா. மூடி எடுத்தோ. நீ இന്ന് പോയടാ. തോക്ക്. ഇല്ല, ഞാൻ തോക്കില്ല. അയ്യോ, തോക്ക്. ഈ തോക്ക ആരും അനങ്ങരുത്, കൊല്ലും ഞാൻ. എന്റെ നേരെ ചൂണ്ടാൻ. ആരും അനങ്ങരുത്. ഒരടി മുന്നോട്ട് വെച്ചാൽ കൊല്ലും ഞാൻ ഇവളെ. அப்பா, என்ன இவர் கூட விட்டுடப்பா, இல்லன்னா இவர் என்ன சுட்டுடுவப்பா. കേട്ടാ? മൂവില്ല, അമൃതാഞ്ജനം മതിയാ. അയ്യോ, വരരുത്. എന്നെ വെറുതെ ഒരു കൊലപാതകയാക്കരുത്, കൊല്ലും ഞാൻ ഇവളെ. சுடுறா, சுடுறா, சுடுறா. இந்த ஊர்ல எவ்வளவு ஸ்கூல் இருந்தோம், ஒரு நல்ல ஸ்கூலா தேடி கண்டுபிடிச்சு அதுல நான் உன்னை சேர்த்தனே. ஏன்? நீ நல்லா வரணுங்கிறதுக்காக தான். இந்த ஊர்ல பல காலேஜ் இருந்தோம், உன்னை நம்பர் 1 காலேஜ்ல சேர்த்தனே. ஏன்? நீ நல்லா வளரணும்ன்றதுக்காக தான். உன்னை கட்டிக்கிறதுக்கு எத்தனை மாப்பிள்ளை இருந்தோம், நான் தேடி கண்டுபிடிச்சு ஏன் இந்த மாப்பிள்ளை கொண்டு வந்தேன்? நீ நல்லா வாழணும்ன்றதுக்காக தான். அப்படி இருக்கும்போது எப்படி இதெல்லாம்? சொல்லு. വേണ്ട സാർ, ഇനി അവളൊന്നും ചെയ്യരുത്. എൻ്റെ ബസ്സിൽ ആദ്യം വന്ന് കയറിയപ്പോൾ ഒരു നാടോടിയാണെന്നേ ഞാൻ കരുതിയുള്ളൂ. സ്നേഹിച്ചു പോയി. മിനിസ്റ്ററുടെ മകളാന്ന് പറഞ്ഞപ്പോൾ മനസ്സിനെ പറഞ്ഞ് മനസ്സിലാക്കാൻ ശ്രമിച്ചതാ, പറ്റിയില്ല. ഒന്ന് കാണണമെന്ന് തോന്നി, അതുകൊണ്ടാ വന്നത്. ഇവിടെ വന്നപ്പോഴാണ് ഞങ്ങൾക്ക് പിരിയാൻ പറ്റില്ലെന്ന് മനസ്സിലായത്. മനഃപൂർവ്വം നിങ്ങളാരെയും വേദനിപ്പിക്കണമെന്ന് വിചാരിച്ചിട്ടല്ല. ജീവിതത്തിൽ ഒന്നും നേടാത്ത എനിക്ക് ഇവളെങ്കിലും നേടണമെന്ന് തോന്നി. എൻ്റെ ഒരു സ്വാർത്ഥത. ഗായത്രി സന്തോഷമായിട്ടിരിക്കണമെന്ന് മാത്രം ഞാൻ ആഗ്രഹിച്ചിട്ടുള്ളൂ. എന്നിട്ടും ഇപ്പം ഞാൻ കാരണം എനിക്കൊന്നും വേണ്ട സാർ, ഒന്നും വേണ്ട. വന്നതും ചെയ്തതൊക്കെ തെറ്റ്. ഞാൻ പോയിക്കോളാം.
அப்படி போனா எப்படிடா? இங்க இருந்த இறங்கி ஊரெல்லாம் சுத்தி நின்ற கூட கழிஞ்ச இவள் கெட்டு போனவள் எனக்கு நல்லா தெரியும். அது தெரிஞ்ச இவளை கல்யாணம் பண்ணலாம் நினைச்சது எதுக்கு தெரியுமா? எனக்கு எங்க அப்பாவுக்கும் பெரிய பெரிய ஆசைகள் இருக்கு, அது நிறைவேற்றுறதுக்கு. அதெல்லாம் ஒரே நிமிஷத்துல கெடுத்துலாம் நினைச்சா முன்னி என்ன விடடா. அப்பா அவரை விட்டுட சொல்லப்பா. புடுங்கடா. நீங்களும் சொல்லுங்க, அவங்களை விட்டுட அவன் சொல்லுங்க. பண்றது கரெக்ட் தானே? உன்னை கட்டிக்க போறவன் அவனுக்கு ஃபீலிங்ஸ் இருக்காதா? பொரோட்டா அடிக்கிற வேலைடி. സാറ് നിൽക്കുമ്പോ ഗായത്രി കുട്ടിയെ തല്ലി, അതുകൊണ്ടാ. ക്ഷമിക്കണം. அப்பா அவர் போறாருப்பா, என்ன விட்டுடப்பா. நான் அவர் கூட போறேன். ப்ளீஸ் அப்பா, என்ன விட்டுடப்பா. அப்பா உன்னிட்டா. அப்பா ப்ளீஸ் பா, நான் அவர் கூட போறேன்ப்பா. அப்பா அவர் போறாருப்பா. அப்பா ப்ளீஸ் என்ன விட்டுடுங்க, நான் அவர் கூட போறேன்ப்பா. ப்ளீஸ் என்ன விட்டுடுங்கப்பா, நான் போறேன். என்ன விட்டுடுங்கப்பா. என்ன விட்டுடுங்க. அப்பா அப்பா அவர் போயிட்டாருப்பா. அவர் போயிட்டாருப்பா. அப்பா அப்பா அவர் போயிட்டாரு. நீ நல்லா வரணும். എലി നിനക്ക് സന്തോഷമായല്ലേ? ഞങ്ങൾക്ക് സന്തോഷമായടാ.